ഞാൻ പറഞ്ഞത് ടോളല്ല കേട്ടോ, ഇത് ലോറികളുടെ ചെക്കിംഗ് ആണ്, ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ, ലോറികൾക്ക് മാത്രമുള്ളത്. ഇവരെ വെയിറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്ത് പേപ്പർ മാർക്ക് ചെയ്തതായിരിക്കും മഹാരാഷ്ട്രയിലേക്ക് കടത്തിവിടാം. കൊള്ളാം, അടിപൊളി. അപ്പോൾ കേട്ടികളെ, അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് വളരെ വിഷമമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിന് ശേഷം വരണ വഴിക്ക് എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര കടന്നപ്പോൾ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഫോറസ്റ്റ് ഏരിയ ആണ്, കണ്ടു കഴിഞ്ഞാൽ മറിച്ച വീടാണ്. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കളഞ്ഞിട്ട് വന്നേ. ചിലപ്പോൾ ഇനി പോണ വഴിക്ക് വല്ല കാടൊക്കെ ഉണ്ടായിരിക്കാം. വരണ കാടൊന്നും കണ്ടില്ല, കുറേ ശീമക്കൊന്നയുടെ തോട്ടം കണ്ടായിരുന്നു. അപ്പോൾ ഇനി വരണ വഴിക്ക് നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാം. നല്ല അടിപൊളി താമസിക്കാൻ സ്ഥലം കിട്ടി, ബാത്റൂം, അതുപോലെ മൊബൈൽ ചാർജ് ചെയ്യാൻ എടുക്കാനായിട്ട് എല്ലാ സ്ഥലവും നമുക്കൊരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ബൈ, നാളെ കാണാം കേടികളെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ മഹാരാഷ്ട്രയിലെ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എവിടേക്കാണെന്നറിയോ, അവിടെ ഒരു കേരള ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി രാവിലത്തെ വല്ല കേരള ഫുഡോ ചായ എന്തെങ്കിലും കിട്ടാൻ നമുക്ക് വേണ്ടി പോവാം. ഞാൻ കിടന്ന സ്ഥലം സെറ്റപ്പ് ചെയ്ത് കാണിച്ചു തരാട്ടാ, എല്ലാവരും വീഡിയോ മുഴുവൻ കാണണേ. രാവിലെ ഉണ്ട് 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. നല്ലൊരു ദിവസം, അടിപൊളി. എന്താന്നല്ല, നല്ല സന്തോഷം ഉണ്ടെന്ന് എനിക്ക്. ഹൈവേയുടെ സൈഡിലാണ് കേരള ഹോട്ടല്. സൂര്യൻ ബാക്കിൽ നിന്ന് ഉദിച്ചു വരണൊക്കെ. അപ്പൊ കഴികളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ രാവിലെ ചായ കുടിക്കാൻ പോയത് കണ്ടില്ലേ, കേരള ഹോട്ടല്. അപ്പൊ അങ്ങോട്ട് നമ്മൾ ഇനി ഒന്നുകൂടി പോകുന്നുണ്ട്, കാരണം അവർക്ക് സൈക്കിളും ബെല്ലും കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒന്നുകൂടി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചിവിടെ വന്നു, കാരണം ഡ്രസ്സൊക്കെ ഇതേ അവിടെ അലക്കിയിട്ട് ഉണക്കിയിട്ടാക്കാണ്. അതുപോലെ നമ്മളെ സൈക്കിളൊക്കെ ഇവിടെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ശിവേട്ടൻ്റെ ട്രാൻസ്പോർട്ട് ഏജൻസിയിലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറികൾക്കൊക്കെ ഓട്ടം കൊടുക്കുന്ന സംഭവം, ഏജൻസി സംഭവം. ചിത്രഗുപ്തരുള്ള ശിവേട്ടൻ്റെയാണ് സ്ഥലം. അവർക്ക് മലയാളം അറിയാം, കന്നഡ അറിയാം. അവർക്ക് നമുക്കിവിടെ നല്ല സജ്ജീകരണം തന്നു. ബാക്കിലുണ്ട് ബാത്റൂം, കുളിക്കാനും അലക്കാനുള്ള സജ്ജീകരണം സെറ്റ് തന്നു. പിന്നെ ഞാൻ കാണിച്ചു തരാം, കിടന്ന സ്ഥലം കാണിച്ചു തരാം. അടിപൊളിയാ. ബെല്ല ഇവിടെ നല്ല എന്താ പറയാ, കൊരയിലാണ്. ഇതാണ് ആളുടെ ഓഫീസ്. നമ്മൾ ഇന്നലെ കിടന്നത് ഇവിടെയാണ്. ആളവിടുത്തെ സ്റ്റാഫുണ്ട്, നമുക്ക് പരിചയപ്പെടാം. അപ്പം ആകെ ചെറുതായിട്ടൊന്ന് കറുത്തു വീണ്ടും, പക്ഷെ നമ്മൾ വെളുപ്പിക്കും. ഗ്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ വെളുപ്പിക്കും. അപ്പോൾ നമ്മൾ ഇതാണ് ഓഫീസ്, അവരുടെ കാര്യങ്ങളൊക്കെയും. ഞാൻ ഇന്നലെ ഈ ഡെസ്ക് നമ്മൾ കിടന്നിട്ട് നമ്മളുടെ ഫാനൊക്കെ ഉണ്ടായിരുന്നു, സെറ്റായിരുന്നു. എൻ്റെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിട്ട് ഭക്ഷണം വൈകുന്നേരം തന്നു. അങ്ങനെ എല്ലാം ബൈ. ഇവിടുത്തെ സ്റ്റാഫാണ് ഞാൻ ചേതൻ എന്നാണ് പേരിട്ടാ. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്തിനാണുള്ള വീടിൻ്റെ കാര്യങ്ങളൊക്കെയും. ശിവേട്ടൻ ശിവ ബോസ് ഓക്കെ. ഒരു 9 മണി ആകുമ്പോൾ ശിവേട്ടൻ വരും, ഓണർ വരും. അപ്പം എന്തായാലും നമുക്ക് ചിലപ്പോൾ അതിന് മുമ്പ് പോകും. നമുക്ക് കേരള ഹോട്ടലിൽ പോയിട്ടൊന്ന് സംസാരിച്ച്